നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, സ്മാർട്ട് +2 ഇക്കണോമിക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാം ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ്. കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ്, അതായത് ഇലാസ്തികത സ്ഥിരമായ ചോദന വക്രങ്ങൾ. ഇലാസ്തികത സ്ഥിരമായ ചോദന വക്രങ്ങൾ. അപ്പം ചോദന വക്രങ്ങൾ പഠിച്ചു, ഇലാസ്റ്റിസിറ്റി നിങ്ങൾ പഠിച്ചു. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് യു ഹാവ് സീൻ എ സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ്, എ ലീനിയർ ഡിമാൻഡ് കർവ് which has various elasticities at various points. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ, അതായത് ലീനിയർ ഡിമാൻഡ് കർവ് കണ്ടിരുന്നു. അതിൻ്റെ വ്യത്യസ്ത ബിന്ദുക്കളിൽ വ്യത്യസ്ത ഇലാസ്തികത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. കണ്ടിരുന്നില്ലേ? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് നിങ്ങൾ വരച്ചില്ലേ? എന്നിട്ട് അതിൻ്റെ ഓരോരോ പോയിന്റിൽ ഓരോരോ ഇലാസ്തികത നിങ്ങൾ അടയാളപ്പെടുത്തി പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ഒന്നുകൂടി നമുക്കൊന്ന് ഓർത്തു നോക്കാം. അതായത് ഇത് ക്വാണ്ടിറ്റി എടുക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ്, എങ്ങനെയായാലും കുഴപ്പമില്ല, രണ്ടിലും ഒന്ന് തന്നെ. എക്സ് അക്ഷത്തിൽ ക്വാണ്ടിറ്റി, വൈ അക്ഷത്തിൽ പ്രൈസാണ്, വിലയാണ്. അത് ഡിമാൻഡ് കർവ്. ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവാണ്. ദറ്റ് ഈസ് ലീനിയർ ഡിമാൻഡ് കർവാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലീനിയർ ഡിമാൻഡ് കർവാണ്. ഇതിൻ്റെ എക്സ് ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി നമ്മൾ EP എന്ന അക്ഷരം കൊണ്ട്, നൊട്ടേഷൻ കൊണ്ട് സൂചിപ്പിക്കാം. ഇലാസ്റ്റിസിറ്റി എത്രയായിരുന്നു? നേരത്തെ പഠിച്ചാൽ പറയൂ, എത്രയായിരുന്നു? പറ. യെസ്, കറക്റ്റ്, 0 ആണ്, 0 ഇലാസ്റ്റിസിറ്റി അവിടെ ഇല്ല, 0 ആണ്. വൈ അക്ഷത്തിൽ എത്ര? ഈ വൈ അക്ഷത്തിൽ ചെന്ന് മുട്ടുന്നിടത്ത് എത്ര ഡിമാൻഡ് കർവ്? നിങ്ങൾ പഠിച്ചതാണ്, പറയൂ. അവിടെ എത്രയാ? EP സമം ഇൻഫിനിറ്റി, അനന്തതയാണ്, അല്ലേ? അപ്പോൾ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ വിലയിലാസ്തികത, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റേഞ്ചസ് ഫ്രം 0 to ഇൻഫിനിറ്റി. 0യ്ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ് അതിൻ്റെ റേഞ്ച്, ഇലാസ്റ്റിസിറ്റിയുടെ റേഞ്ച്. ഏറ്റവും കുറവ് 0, ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റി, അനന്തതയാണ്. ഇൻ ബിറ്റ്വീൻ ദം, ഇനി രണ്ടിനും ഇടയ്ക്കോ നോക്കാം. വേരിയസ് ഇലാസ്റ്റിസിറ്റീസ് ഉണ്ട്. ഈ മിഡ് പോയിന്റ്, നടുക്കത്തെ ഈ ഡിമാൻഡ് കർവിൻ്റെ മിഡ് പോയിൻ്റാണ്, നടുബിന്ദുവാണ് എന്നിരിക്കട്ടെ. ഇവിടെ എത്രയാണ് ഇലാസ്റ്റിസിറ്റി? പഠിച്ചാണ്, നിങ്ങൾ പറയൂ, എത്രയാ? യെസ്, 1 ആണ്. EP 1 ആണ്, 1 ആണ്. ഈ മിഡ് പോയിന്റിനും എക്സ് അക്ഷത്തിനും ഇടയിൽ എത്രയായിരുന്നു? എത്രയാ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ എത്രയാണ്? EP സമം <1. ഓക്കെ, ശരിയാണ്. ഈ വൈ അക്ഷത്തിനും മിഡ് പോയിന്റിനും ഇടയിൽ ഈ ഏരിയയിൽ എത്രയാണ്? EP സമം <1. അപ്പോൾ 0 <1, 1 <1, ഇൻഫിനിറ്റി. യെസ്, എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ്, ലീനിയർ ഡിമാൻഡ് കർവ് ഹാസ് വേരിയസ് ഇലാസ്റ്റിസിറ്റീസ് അറ്റ് വേരിയസ് പോയിന്റ്സ്. വേരിയസ് പോയിന്റ്സിൽ വേരിയസ് ഇലാസ്റ്റിസിറ്റീസ് ആണ്, അല്ലേ? റേഞ്ചസ് ഫ്രം 0 to ഇൻഫിനിറ്റി. പക്ഷെ നമ്മൾ ഇത് പഠിക്കുന്നത് അങ്ങനത്തെ അല്ല. നമ്മളെന്താ പഠിക്കുന്നത്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. ദാറ്റ് ഈസ്, there are some demand curves where the price elasticity is constant throughout the curves. ചില ഡിമാൻഡ് കർവുകളുണ്ട്, ഡിമാൻഡ് കർവുകൾ, ചോദന വക്രങ്ങളുണ്ട്. അവയിൽ ത്രൂ ഔട്ട് മൊത്തത്തിൽ ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമാണ്. ഇലാസ്റ്റിസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇതുപോലെ വേരിയസ് പോയിൻറ്റ്സിൽ വേരിയസ് ഇലാസ്റ്റിസിറ്റി വരുന്നില്ല. വ്യത്യസ്ത പോയിന്റിൽ വ്യത്യസ്ത ഇലാസ്റ്റിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇലാസ്റ്റിസിറ്റി വ്യത്യസ്തമായിട്ട് ഇലാസ്റ്റിസിറ്റി വരാത്ത, ത്രൂ ഔട്ട് ദ കർവ് മുഴുവനും ഒരേ ഇലാസ്റ്റിസിറ്റി ഉള്ള ഡിമാൻഡ് കർവ് നമുക്ക് നോക്കാം. സോ ദർ ആർ സം ഡിമാൻഡ് കർവ്സ് where the elasticity, price elasticity is the same throughout the curve. കർവിൽ മുഴുവനും ഇലാസ്റ്റിസിറ്റി ഒരുപോലെ ഇരിക്കുന്ന ചില ഡിമാൻഡ് കർവുണ്ട്. അതാണ് കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ്. നമുക്ക് നോക്കാം. അപ്പോൾ കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ്, അതിനകത്തെ ഒന്നാമത്തെ ഒരെണ്ണം നമുക്ക് നോക്കാം.
കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. നോക്കൂ, ഞാനൊരു ഡിമാൻഡ് കർവ് വരച്ചിരിക്കുന്നു. പക്ഷേ ഈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണോ? അല്ല. പിന്നെ എങ്ങനെയാ? വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനാണ്. ഈ y അക്ഷത്തിന്, പ്രൈസ് എടുത്തിരിക്കുന്ന അക്ഷത്തിന് സമാന്തരമായ ഒരു ഡിമാൻഡ് കർവ് വരച്ചിരിക്കുന്നു അല്ലേ? അത് ദാറ്റ് ഈസ് ഈ ഡി ഞാൻ പേര് കൊടുത്തിരിക്കുന്നു ഡിമാൻഡ് കർവിന്. അതായത് ക്യൂ ഡാഷ്, അവിടെ അത്രയുമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഞാൻ പ്രൈസ്, അപ്പോൾ പി എന്ന വിലയുള്ളപ്പോഴും ഡിമാൻഡ് എത്ര? ക്യൂ ഡാഷ്. വില ഞാൻ കൂട്ടി P1, അപ്പോഴും എത്ര ഡിമാൻഡ്? ഇങ്ങോട്ട് വരച്ച് താപ്പോട്ട് വെച്ചു ക്യൂ ഡാഷ്. വില കുറച്ചു P2, അപ്പോഴും എത്ര? ക്യൂ ഡാഷ്. അപ്പം വില കൂടിയാലും കുറഞ്ഞാലും ആർക്കും മാറ്റമില്ല? ഡിമാൻഡിന് മാറ്റമില്ല. ഡിമാൻഡ് എത്ര തന്നെയാണ്? ക്യൂ ഡാഷ്. ഡിമാൻഡ് ഇങ്ങനെ അങ്ങ് നിൽക്കുക, ക്യൂ ഡാഷിൻ്റെ അവിടെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക. വില കൂടിക്കോട്ടെ, വില കുറഞ്ഞോട്ടെ, ആര് മാറുന്നില്ല? ഡിമാൻഡ് മാറുന്നില്ല. ഡിമാൻഡ് അനങ്ങാതെ അങ്ങ് നിൽക്കുക. അഥവാ നമുക്ക് അല്പം കൂടി എക്കണോമിക്സ് കലർത്തി പറയാം, ഡിമാൻഡ് ഹാസ് നോ റെസ്പോൺസ് ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസിനോട് ഡിമാൻഡ് പ്രതികരിക്കുന്നില്ല. ഡിമാൻഡിൻ്റെ പ്രതികരണം ഇല്ല. വില കൂടിക്കോട്ടെ കുറഞ്ഞോട്ടെ ആര് മാറുന്നില്ല? ഡിമാൻഡ് മാറുന്നില്ല. ഡിമാൻഡ് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുക. സോ ഡിമാൻഡിൻ്റെ റെസ്പോൺസ് 0 ആണ്. ദറ്റ് ഈസ് ഇവിടെ ഇലാസ്റ്റിസിറ്റി ത്രൂ ഔട്ട് EP = 0. ഈ കർവിൽ ത്രൂ ഔട്ട് ദിസ് ഡിമാൻഡ് കർവ് ഇലാസ്റ്റിസിറ്റി 0. ഇവിടെയാണേലും ഈ കർവിൽ ഏത് പോയിന്റിലായാലും ഇലാസ്റ്റിസിറ്റി ഒന്നേ ഉള്ളൂ. അതെത്ര? അപ്പോൾ വില എത്ര കൂടിയാലും എത്ര കുറഞ്ഞാലും ശരി, ഡിമാൻഡിന് അനക്കമില്ല എങ്കിൽ, ഡിമാൻഡിന് മാറ്റമില്ല എങ്കിൽ, ഡിമാൻഡ് റിമെയിൻസ് ഫിക്സഡ്, ഡിമാൻഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഡിമാൻഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി എത്രയാ? 0 നില്ലാണ്, 0 ആണ്. അത്തരം ഡിമാൻഡിനെ നമ്മൾ എന്ത് പറയുമെന്നറിയാമോ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് ഇതിന് പറയും. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ് ഒരെണ്ണം കണ്ടു അല്ലേ? ഏതാണത്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഒരു കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവാണ്. അതിൻ്റെ അർത്ഥം ത്രൂ ഔട്ട് ദ കർവിൽ മുഴുവനും ഒരൊറ്റ ഇലാസ്റ്റിസിറ്റി ഉള്ളൂ, അത് കോൺസ്റ്റൻ്റ് ആണ്. അതെത്രയാണ്? 0 ആണ്. എന്താണ് അതിൻ്റെ മീനിങ്? വില എത്ര കൂടിയാലും വില എത്ര കുറഞ്ഞാലും ഡിമാൻഡ് മാറുന്നില്ല, ക്യൂ ഡാഷ് തന്നെ. അതായത് ഇലാസ്റ്റിസിറ്റി ഇല്ല ഇവിടെ. ഇലാസ്റ്റിസിറ്റി എത്രയാ? 0. ഇതിനെന്ത് പറയുന്നു? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എങ്ങനെയാണ്? അതിൻ്റെ ഷേപ്പ് y അക്ഷത്തിന് സമാന്തരമാണ്, പാരലൽ ടു y ആക്സിസ്, എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഇലാസ്റ്റിസിറ്റി എത്രയാ? 0. അപ്പോൾ രണ്ടാമത്തെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഞാൻ വരച്ചിരിക്കുന്നു. ബോർഡിലേക്ക് നോക്കൂ. ക്വാണ്ടിറ്റി x അക്ഷത്തിൽ, വില y അക്ഷത്തിൽ, അതിനൊന്നും വ്യത്യാസമില്ല അല്ലേ? അതെല്ലാം വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഡിമാൻഡ് നോക്കൂ. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x ആക്സിസ്. x അക്ഷത്തിന് സമാന്തരമായി ഒരു തിരശ്ചീന രേഖയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. മുമ്പേ വരച്ചത് എങ്ങനെയാണ്? വെർട്ടിക്കലായിട്ടാണെങ്കിൽ ഇപ്പം എങ്ങനെ തിരശ്ചീനമായിട്ട് വരച്ചിരിക്കുന്നു അല്ലേ? യെസ്. എന്താണത്? അതിൻ്റെ അർത്ഥം നോക്കൂ. ഇവിടെ ഇപ്പോൾ വില എത്ര? എക്സിസ്റ്റിംഗ് പ്രൈസ് P' ആണ്. വില അവിടെ കോൺസ്റ്റൻ്റ് ആണ്, P'. ഇവിടെ ഡിമാൻഡ് എത്ര വേണേലും ആകാം. ഡിമാൻഡ് ഇങ്ങനെ അങ്ങ് പോകുക, അങ്ങ് നീട്ടി വരച്ചാൽ ഈ കർവ് എവിടെ വരെ പോകും? രേഖ വരച്ചാൽ നീട്ടി വരച്ചാൽ എവിടെ പോകും? അങ്ങ് അനന്തതയിലേക്ക് പോകും അല്ലേ? ഇവിടെ വില കൂടിയാൽ, വിലയിൽ എന്ത് മാറ്റം വന്നാലും, വില കൂടിയാലും ശരി വില കുറഞ്ഞാലും ശരി, ഡിമാൻഡ് 0യിലേക്ക് എത്തും. ഈ വിലയ്ക്ക് ഡിമാൻഡ് അനന്തമായിട്ട് ഡിമാൻഡ് എത്ര വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യും. പക്ഷെ വില കൂടിയോ കുറയോ, വില ഇവിടെ മാറിയാൽ, വില സ്വല്പം ഒന്ന് മാറിയാൽ ഡിമാൻഡ് 0യിലേക്ക് എത്തും. ദാറ്റ് ഈസ് ഡിമാൻഡിന് അതിഭയങ്കരമായ റെസ്പോൺസാണ്.
ഡിമാൻഡ് ഭയങ്കരമായിട്ട് വിലയോട് പ്രതികരിക്കുന്നു. അതിഭയങ്കരമായ പ്രതികരണമാണ്. അതിഭയങ്കരം എന്ന് പറയുമ്പോൾ എത്ര വരെ വരാം? അനന്തത വരെ വരാം. യെസ്, അനന്തത. അതായത് ഇവിടെ ഇലാസ്റ്റിസിറ്റി സമം ഇൻഫിനിറ്റി, അനന്തതയാണ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി എത്രയാ? അനന്തമാണ്, അനന്തതയാണ്, ഇൻഫിനിറ്റിയാണ്. വ്യക്തമല്ല, അനന്തമായിട്ടും കിടക്കുകയാണ്. വിലയിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ ഡിമാൻഡ് അതിഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നു. ഭയങ്കരമായ റെസ്പോൺസാണ്, അനന്തമായ പ്രതികരണമാണ്. സോ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഈ ഡിമാൻഡ് കർവിൽ ത്രൂ ഔട്ട് ദിസ് ഡിമാൻഡ് കർവ് ഇലാസ്റ്റിസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഈ ഡിമാൻഡ് കർവിൽ മൊത്തത്തിൽ ഇലാസ്റ്റിസിറ്റി സ്ഥിരമാണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെയാണേലും 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 എത്രയാ? ഇൻഫിനിറ്റിയാണ്, അനന്തതയാണ്, ഇൻഫിനിറ്റിയാണ്, അതിഭയങ്കരമായ ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ ഈ ഡിമാൻഡ് കർവിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പരിപൂർണമായ ഇലാസ്തികതയാണ്. പൂർണ്ണ ഇലാസ്തിക ചോദനം, പൂർണ്ണ ഇലാസ്തിക ചോദനം. തൊട്ടുമ്പോൾ പഠിച്ചോ ഇങ്ങനെ നിന്ന കർവിനോ? പരിപൂർണ ഇലാസ്തിക രഹിത ചോദനമായിരുന്നെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡാണ്, പൂർണ്ണ ഇലാസ്തിക ചോദനമാണ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി എത്രയാ? ഇൻഫിനിറ്റിയാണ്. ഈ കർവിൽ മുഴുവനും ഇലാസ്റ്റിസിറ്റി ഒന്ന് തന്നെയാണ്. എത്രയാ? ഇൻഫിനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. വില P' നിന്ന് കൂടിയാലും കുറഞ്ഞാലും ശരി, ഡിമാൻഡ് 0ത്തിലേക്ക് എത്തും. അപ്പോൾ അനന്തമായ പ്രതികരണമാണ്, ഇൻഫിനിറ്റിയാണ്. പ്രതികരണ ശേഷി എത്രയാണ്? ഇലാസ്റ്റിസിറ്റി എത്രയാ? EP സമം ഇൻഫിനിറ്റിയാണ്. ഇവിടെ ഡിമാൻഡ് എങ്ങനെയാണ്? പാരലൽ ടു എക്സ് ആക്സിസ്. ഇറ്റ് ഇസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് സമാന്തരമായ ഒരു രേഖയാണ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റിയാണ്. നമുക്കപ്പം മൂന്നാമത്തെ കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് കാണാം. എന്തേ? മൂന്നാമത്തെ കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. ശരി, മൂന്നാമത്തെ കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് നമുക്ക് നോക്കാം. രണ്ടെണ്ണം പഠിച്ചു. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്. നിങ്ങൾ നോക്കൂ, ഈ ഷേപ്പ്, ഈ ഷേപ്പിനൊരു പേരുണ്ട്. ഈ ഷേപ്പിന് പറയുന്ന പേരാണ്, മാത്തമാറ്റിക്സിൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം. റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള. rectangular hyperbola. This shape is known as rectangular hyperbola. Rectangular hyperbola എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഗുണനഫലം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ദറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇ. എക്സ് ഇൻറ്റു ഇവിടെ ഇൻറ്റു അല്ലേ, എക്സ് ഗുണം വൈ, എക്സ് വേരിയബിളും വൈ വേരിയബിളും കൂടെ ഗുണിക്കുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ്, അത് ഇ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ നമുക്കതൊന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പിയും ക്യൂവും കൂടെ ഗുണിക്കുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് കിട്ടുവാണ്. പി പ്രൈസ്, ക്യൂ ക്വാണ്ടിറ്റി. ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും ആണല്ലോ. അപ്പോൾ പിയും ക്യൂവും കൂടെ ഗുണിക്കുമ്പോൾ ആ ഗുണനഫലം എപ്പോഴും സ്ഥിരമാണ്. ഇ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു സ്ഥിരസംഖ്യയായിട്ട് കിട്ടുന്നെങ്കിൽ അത്തരം റിലേഷൻ കാണിക്കുന്ന ഗ്രാഫിനെ, ആ വേരിയബിൾസ് തമ്മിൽ ഉള്ള റിലേഷൻ കാണിക്കുന്ന ഗ്രാഫിനെ റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള എന്ന് പറയും. അപ്പോൾ നമ്മൾ മൂന്നാമത് കാണിക്കുന്ന കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. അപ്പോൾ ഇതൊരു ഡിമാൻഡ് കർവാണ്, ലീനിയർ അല്ല, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. നോക്കൂ, അപ്പോൾ ആദ്യം വില നോക്കാം, നമ്മുടെ മീനിങ് നമുക്ക് നോക്കാം. ആദ്യം വില P1 ആയിരുന്നു. അപ്പോൾ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് നേരെ താപ്പോട്ട് വരച്ചാൽ മതി അല്ലേ. ഇവിടെ Q1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം വില P1, അപ്പോൾ ഡിമാൻഡ് എത്ര ആയിരുന്നു? Q1. മനസ്സിലല്ലോ, വില P1 ഉള്ളപ്പോൾ ഡിമാൻഡ് Q. വില ഇനിയും കുറഞ്ഞു, P2 ആയിട്ട് കുറഞ്ഞു. വില P2 ആയിട്ട് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി Q2 ആയിട്ട് കൂടി.
ക്വാണ്ടിറ്റി എത്രയായി? Q2 ആയിട്ട് കൂടി. അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാം. ഇപ്പോൾ പുതിയതായിട്ട് കൺസ്യൂമർ ഇങ്ങോട്ട് ബിയിലോട്ട് മാറി നോക്കാം. അപ്പോൾ ആദ്യം P1 വിലയുള്ളപ്പോൾ കൺസ്യൂമർ എ എന്ന പോയിന്റിലാണ്, അതായത് ഡിമാൻഡ് Q1. വില P2 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് Q2 ആയിട്ട് കൂടി, അപ്പോൾ കൺസ്യൂമർ ബിയിലാണ്. കൺസ്യൂമർ എയിൽ നിന്നും ബിയിലോട്ട് മാറി. അതായത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. വിലയിലുണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചും ഡിമാൻഡിലുണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചും എക്സാക്ട്ലി ഈക്വലാകുമ്പോഴാണ് നമുക്ക് റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള ആയിട്ട് ഡിമാൻഡ് കർവ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഈ P1 A Q1 O, ദാറ്റ് ഈസ് P1 A Q1 Oയും അതിൻ്റെ ഏരിയ, ഇത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ ചതുരം നോക്കി, ഈ റെക്റ്റാങ്കിൾ ദീർഘചതുരം, അത് വേണമെങ്കിൽ ഓ എന്നും പറഞ്ഞു തുടങ്ങാം. O P1 A Q1 അങ്ങനെ പറയാം, അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പം. O P1 A Q, അതിൻ്റെ ഏരിയയും ഏരിയ ഓഫ് O P1 A Q1 സമം ഏരിയ ഓഫ് O P2 B Q2. O P2 B Q2 ഇതിൻ്റെ രണ്ട് ഏരിയയും ഈക്വൽ ആയിരിക്കും. O P1 A Q1 എന്ന ചതുരത്തിൻ്റെ ഏരിയയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും O P2 B Q2 എന്ന ചതുരത്തിൻ്റെ ഏരിയയും മാത്തമാറ്റിക്കലി ഷുഡ് ബി ഈക്വൽ. ദാറ്റ് ഈസ്, അതാണ് പറഞ്ഞത്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. രണ്ടും, അതായത് വിലയിൽ എത്ര ശതമാനം മാറ്റം ഉണ്ടാകുന്നുവോ അതേ മാറ്റം ഡിമാൻഡിലും വരുന്നു. വില 10% കൂടി, വില 10% കൂടി, അപ്പോൾ ഡിമാൻഡ് 10% കുറഞ്ഞു. വില 10% കുറഞ്ഞു, ഡിമാൻഡ് അപ്പോൾ 10% കൂടി. അല്ലെ വില 20% കൂടി, ഉടനെ ഡിമാൻഡ് 20% കുറഞ്ഞു. അപ്പോൾ വിലയിലും ഡിമാൻഡിലും തുല്യവും ആനുപാതികവുമായ മാറ്റം ഉണ്ടായാൽ അവിടെ ഇലാസ്റ്റിസിറ്റി എത്രയാണെന്നറിയാമോ? അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും തുല്യമായാൽ, നിങ്ങൾ ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ അവിടെ എത്ര വരും? അങ്ങനെ വരുമ്പോൾ എത്ര വരും? ഈ പി ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. ഇലാസ്റ്റിസിറ്റി 1 ആണ്. അപ്പോൾ ഡിമാൻഡ് കർവ് എങ്ങനെ വരും? ഏത് ഷേപ്പ് വരും? റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള. എന്താ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള? ദറ്റ് ഈസ് എക്സും വൈയുടെ ഗുണിച്ചാൽ അതിൻ്റെ ഗുണനഫലം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇ. ദറ്റ് ഈസ് P × Q സമം ഇ എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഇലാസ്റ്റിസിറ്റി ഇവിടെ എത്ര വരും? 1 വരും. ത്രൂ ഔട്ട് ഈ കർവിൽ എല്ലായിടത്തും ഇലാസ്റ്റിസിറ്റി 1 ആണ്. ഓക്കെ, ഇവിടെ അത് ഞാൻ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞു. P1 വിലയുള്ളപ്പോൾ ഡിമാൻഡ് Q1 ആണ്, അപ്പോൾ കൺസ്യൂമർ എയിലാണ്. അപ്പോൾ നമുക്കൊരു ദീർഘചതുരം കിട്ടും, O P1 A Q1. ഈ ദീർഘചതുരം കണ്ടോ, അതിൻ്റെ ഏരിയയും വില ഇനിയും കുറഞ്ഞു, P2 ആയിട്ട് കുറഞ്ഞപ്പോൾ കൺസ്യൂമർ ഇപ്പോൾ ബിയിലാണ്. അപ്പോൾ അവിടെ ഒരു ചതുരം കിട്ടും, O P2 B Q2. രണ്ടിൻ്റെയും ഏരിയ എക്സാക്ട്ലി ഈക്വൽ ആണ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഫോം P × Q സമം E, അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ ഗുണിച്ചാൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും, E എന്നൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ഇവിടെ ഇലാസ്റ്റിസിറ്റി 1 ആണ്, നമ്മൾ മനസ്സിലാക്കി യൂണിറ്റിയാണ്, അതുകൊണ്ടാണല്ലോ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കി, ഈ P1ന് 15 എന്നിട്ട് കൊടുക്കുക, 15 രൂപ. 15 രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഡിമാൻഡ് ഇത് 15 രൂപ. അപ്പോൾ ഡിമാൻഡ് Q1 അതായത് 4 എന്നിരിക്കട്ടെ. അപ്പോൾ P എത്ര? 15, Q എത്ര? 4. അപ്പോൾ നമുക്ക് നോക്കാം.
15 ഗുണം 4 സമം 60 അല്ലേ? പി ഇൻറ്റു ക്യൂ സമം ഇ 60 കിട്ടി. വില കുറഞ്ഞു, P1 നിന്നും P2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ വില ഇപ്പോൾ 10 ആയി. അപ്പോൾ ഇപ്പോൾ ക്വാണ്ടിറ്റി Q2 അതായത് 6 ആയി. അപ്പം ഇങ്ങോട്ട് നോക്കി. അപ്പം ഇപ്പം എത്ര? 10 ഗുണം 6 സമം 60. കണ്ടില്ലേ? ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ പഠിച്ചത്, ഇലാസ്റ്റിസിറ്റി കാണാൻ. പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലേ? ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി 1 ആണ് നമ്മൾ പഠിച്ചു നേരത്തെ അല്ലേ? അപ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയിൽ എപ്പോഴും ഇത് സ്ഥിരമായിരിക്കും. അപ്പോൾ ഇവിടെ ഇനി ഏത് പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ എടുത്താലും എത്ര തന്നെ കിട്ടും? 60 തന്നെ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? വില എത്ര മാറിയാലും, വില കൂടിയാലും കുറഞ്ഞാലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ചേർത്ത് പറയാം. എപ്പോഴും ടോട്ടൽ എക്സ്പെൻഡിച്ചർ 60 ആണ്. പി ഇൻറ്റു ക്യൂ അതാണല്ലോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. വിലയും ക്വാണ്ടിറ്റിയും കൂടെ ഗുണിക്കുമ്പോഴാണല്ലോ, ഒരു സാധനത്തിൻ്റെ ഒരു യൂണിറ്റിന് വിലയും വാങ്ങിച്ച സാധനത്തിൻ്റെ അളവും കൂടെ ഗുണിക്കുമ്പോഴാണല്ലോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൊത്തം ചിലവ് കിട്ടുന്നത്. അപ്പോൾ മൊത്തം ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിച്ച് ഇലാസ്റ്റിസിറ്റി നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അത് ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയിൽ ഇങ്ങനെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 3 കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡേഴ്സ് പഠിച്ചു. ഒന്നുകൂടി ഒന്ന് നോക്കൂ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഏത് അക്ഷത്തിന് പാരലാണ്? വൈ അക്ഷത്തിന് പാരലമാണ്. വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനാണ്. അവിടെ ഇലാസ്റ്റിസിറ്റി എത്രയാ? 0. ഓക്കെ, 0. കർവ് മുഴുവനും 0 ആണ്. കർവിൻ്റെ ഏത് ഭാഗത്തും ഇലാസ്റ്റിസിറ്റി 0 ആണ്. രണ്ടാമത് പഠിച്ച ഏതാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, പൂർണ്ണ ഇലാസ്റ്റിക ചോദനം. അവിടെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അവിടെ ഇലാസ്റ്റിസിറ്റി എത്രയാണ്? അനന്തമാണ്, ഇൻഫിനിറ്റിയാണ്. മൂന്നാമത് നമ്മൾ പഠിച്ച എന്താണ്? റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള അല്ലേ? റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള ആകുമ്പോൾ ഇലാസ്റ്റിസിറ്റി എത്രയാണ്? 1 ആണ്. ഈ കർവിൻ്റെ ഏത് ഭാഗത്തും ഇലാസ്റ്റിസിറ്റി 1 ആണ്.